നമ്മളൊപ്പുള്ളത് മെന്റൽ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന ആസിഫാണ്, ഫോർട്ട് കൊച്ചിക്കാരനാണ്. അപ്പൊ ആസിഫ്, ഹായ്. അങ്ങനെ അപ്പൊ നമ്മൾ ഇന്ന് ആസിഫിനോട് ഇവിടത്തെ ലൈഫ്, അതായത് ബിർണോലത്തെ ലൈഫും പിന്നെ അതേപോലെ തന്നെ മെന്റൽ യൂണിവേഴ്സിറ്റിയിലത്തെ സ്റ്റഡീസ് ഒക്കെ എങ്ങനെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെയിനായിട്ടും ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പൊ ആസിഫെ, എങ്ങനെയാണ് നമ്മളെ യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ നമ്മളെ സ്റ്റഡീസ് ഒക്കെ എങ്ങനെ പോകുന്നത്? എങ്ങനെയുണ്ടോ ഓവറോൾ യൂണിവേഴ്സിറ്റി ഒക്കെ? ക്ലാസ് ഒക്കെ നന്നായിട്ട് പോകുന്നുണ്ട്. നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. വലിയൊരു ക്യാമ്പസ് ആണ്. ഇപ്പൊ എന്റെ ഡിപ്പാർട്ട്മെന്റ് വരുന്നത് ഇതിന്റെ ബാക്കിലായിട്ടാണ്. ഓക്കെ. ഇവിടെ തന്നെ ഒരു 6-7 ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. ആസിഫ് ഏത് കോഴ്സാണ് ഇപ്പൊ ഇവിടെ ചെയ്യുന്നത്? ഞാനിപ്പോ ഇവിടെ എടുത്തിരിക്കുന്നത് ഇന്റർനാഷണൽ ടെറിട്ടോറിയൽ സ്റ്റഡീസ് ആണ്. ഓക്കെ. അങ്ങനെ എത്ര വർഷമൊക്കെ ഉണ്ട്? ഫീസും കാര്യങ്ങളൊക്കെ ഒന്ന് പറയാം. എന്റെ 2 ഇയർ കോഴ്സ് ആണ്. എനിക്ക് 1 ഇയർ ഫീ വരുന്നത് ഇപ്പൊ നിലവിൽ 75,000 crowns ആണ്. അപ്പോ ആസിഫ് ഇവിടെ ഏത് കോഴ്സാണ് ചെയ്യുന്നത്? ഞാൻ എടുത്തിരിക്കുന്നത് ഇവിടെ ഇന്റർനാഷണൽ ടെറിട്ടോറിയൽ സ്റ്റഡീസ് എന്ന് പറയുന്നതിന്റെ മാസ്റ്റേഴ്സ് കോഴ്സ് ആണ്. അതിന്റെ ബാച്ചിലേഴ്സ് അവൈലബിൾ ആണ്. ഞാൻ എടുത്തിരിക്കുന്നത് മാസ്റ്റേഴ്സ്. എത്ര വർഷമുണ്ട് മാസ്റ്റേഴ്സ്? 2 ഇയർ കോഴ്സ് ആണ്. 2 ഇയർ ഉണ്ട് അല്ലേ? ട്യൂഷൻ ഫീസും കാര്യങ്ങളൊക്കെ നമുക്ക് പെർ ഇയർ വരുന്നത് 75,000 crowns ആണ്. അത്രയും വരുന്നുള്ളൂ. അഫോർഡബിൾ ആണ്. ഓക്കെ. ആസിഫ്, ഇപ്പൊ നമ്മളിപ്പോ യൂണിവേഴ്സിറ്റിയിൽ വരുമ്പോ ചില കുട്ടികൾക്ക് എൻറോൾമെന്റ് ഒക്കെ ചെറിയ രീതിയിൽ ബുദ്ധിമുട്ടാറൊക്കെ ഉണ്ട്. അപ്പൊ മെന്റൽ യൂണിവേഴ്സിറ്റിയിലത്തെ എൻറോൾമെന്റ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? എൻറോൾമെന്റ് വളരെ സിമ്പിൾ ആണ്. അതായത് നമ്മൾ മെയിൽ ചെക്ക് ചെയ്യാന്നുള്ളതാണ്. നമുക്ക് മെയിൽ വരും. നമുക്കൊരു 10 days മുമ്പ് തന്നെ മെയിൽ വന്നു, ഇന്ന ദിവസം യൂണിവേഴ്സിറ്റിയിൽ ഇന്ന ബ്ലോക്കിൽ ഇന്ന റൂമിൽ റിപ്പോർട്ട് ചെയ്യാം. നമ്മൾ ചെന്നിരുന്നു, അവര് നമുക്ക് കുറച്ച് പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ വളരെ സിമ്പിൾ. നമുക്ക് സ്റ്റഡി കൺഫർമേഷൻ ഒക്കെ അപ്പൊ തന്നെ സ്പോട്ടിൽ തന്നെ. പിന്നെ പല പിള്ളേരും നമ്മളടുത്ത് ഇങ്ങനെ കൺസേൺ പിള്ളേര് ചോദിക്കാറുള്ള പലർക്കും അറിയില്ല. അതായത് ഈ ഐസെക് കാർഡ് എന്താണ്, സ്റ്റുഡന്റ് ഡിസ്കൗണ്ട് എന്താണ്, അപ്പൊ അതെങ്ങനെയാണ് ചെയ്യാ? അപ്പൊ നിങ്ങളിപ്പോ ഈ സ്റ്റഡി കൺഫർമേഷൻ കിട്ടിയിട്ടായിരിക്കുമല്ലോ നമ്മള് ഇതൊക്കെ ചെയ്തിട്ടുണ്ടാവുക, ഐസെക് കാർഡും. അപ്പൊ അതിനെ പറ്റിയിട്ട് ചെറുതായിട്ടൊന്ന് സ്റ്റുഡൻസിന് വേണ്ടി പറയാൻ പറ്റും? ഇപ്പൊ പല യൂണിവേഴ്സിറ്റിയിലും പല രീതിയിലാണ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഇവിടെ തന്നെ ഒരു ഇൻഫോർമാറ്റിക്സിന്റെ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. നമ്മൾ അവിടെ ചെന്ന് നമ്മളെ ഫോട്ടോ എടുത്തിട്ട് നമ്മള് ഒരു ചെറിയൊരു ഫീയും പേ ചെയ്തിട്ട് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വിത്തിൻ 1 week ഐസെക് നമുക്ക് നേരിട്ട് ഡിപ്പാർട്ട്മെന്റിൽ പോയി കളക്ട് ചെയ്യാം. ഇപ്പൊ അതായത് ഇപ്പോ ഒരുപാട് ഡിസ്കൗണ്ട്സ് ഉണ്ട്. നമുക്ക് ഐസെക്കിന്റെ വെബ്സൈറ്റിൽ തന്നെ കുറെ കാണാം. ഇപ്പൊ ഞാനും എന്റെ ഫ്രണ്ടും 2 days ബാക്ക് ഞങ്ങൾ ടെസ്കോയിൽ പോയിട്ട് കുറച്ച് പർച്ചേസ് ചെയ്യാൻ നമുക്ക് എല്ലാ വീക്കിലും 10% സ്റ്റുഡൻസിന് ഡിസ്കൗണ്ട് ഉണ്ട്. അതുപോലെ ഐസെക് കാർഡ്. അതുപോലെ തന്നെ മിക്ക റെസ്റ്റോറന്റിലാണെങ്കിലും നമുക്ക് നമ്മുടെ മൊബൈൽ റീചാർജ്, പബ്ലിക് ട്രാൻസ്പോർട്ട് ഒക്കെ നമുക്ക് ഏതാണ്ട് 50% വരും. സ്റ്റുഡൻസിന് ഡിസ്കൗണ്ട് കിട്ടും. അതെ അതെ. ഓക്കെ. അങ്ങനെ അപ്പോ ഐസെക് എന്തുകൊണ്ടും മസ്റ്റ് ആയിട്ടും പിള്ളേർ എടുക്കണം എന്നാണ് ആസിഫിന്റെ അഭിപ്രായം. പിന്നെ ആസിഫ, ഇപ്പോ പല സ്റ്റുഡൻസിനും ഇപ്പോ എന്റെ അടുത്തൊക്കെ ചോദിക്കാറുണ്ട്, ഇപ്പോ ഇവിടെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ക്ലാസ് മനസ്സിലാവോ, അല്ലെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കോ പഠിക്കാൻ? ഇപ്പൊ ആസിഫിന്റെ എക്സ്പീരിയൻസ് എന്താണ്? നമ്മൾ കുറച്ച് നാളായിട്ട് ഇപ്പൊ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നുണ്ടല്ലോ മെന്റലില്. അപ്പോ നമ്മളെ ഫാക്കൽറ്റി, ഐ മീൻ ടീച്ചേഴ്സ് ഒക്കെ എങ്ങനെയുണ്ട്? ഫ്രണ്ട്ലി ആണോ? പിന്നെ അതേപോലെ തന്നെ നമ്മളൊപ്പം പഠിക്കുന്ന വല്ല ഫോറിനേഴ്സ് ഉണ്ടെങ്കിൽ പലർക്കും അതൊക്കെ അറിയാൻ ചിലപ്പോൾ താല്പര്യം ഉണ്ടാവും. അവരൊക്കെ നമ്മളായിട്ട് എങ്ങനെയാണ് മിങ്കിൾ ചെയ്യുന്നത്, അതൊക്കെ ഒന്ന് പറയാൻ പറ്റുമോ? ക്ലാസ്സസ് ഒക്കെ വളരെ ഡൈവേഴ്സ് ആണ്. ഇപ്പൊ എന്റെ ക്ലാസ്സിൽ തന്നെ ആഫ്രിക്ക എന്നുള്ള സ്റ്റുഡൻസ് ഉണ്ട്, ഏഷ്യൻസ് ഉണ്ട്, അതുപോലെ തന്നെ ഇന്ത്യ ഞാനും എന്റെ ഒരു ഫ്രണ്ടും ഉണ്ട്, പിന്നെ യൂറോപ്പിൽ നിന്നുള്ള ബാക്കിയുള്ള റീജിയനിൽ നിന്ന് സ്റ്റുഡൻസ് ഉണ്ട്. ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ചെറിയ ക്ലാസ് ആണ്, ബട്ട് 30-40 സ്റ്റുഡൻസ് ഉണ്ടാവുള്ളൂ. നാട്ടിലത്തെ പോലെ കുറെ ആൾക്കാർ എല്ലാ യൂണിവേഴ്സിറ്റിയും ആക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. അപൂർവം ചില യൂണിവേഴ്സിറ്റിയിലെ കുറെ സ്റ്റുഡൻസിന് വളരെ ഡൈവേഴ്സ് ആണ് ക്ലാസ്. ഡിഫറെന്റ് കൾച്ചറിലേക്ക് നല്ലൊരു എക്സ്പോഷർ ഒക്കെ കിട്ടും നമുക്ക്. ഇപ്പൊ ടീച്ചർമാരെ അവര് പഠിപ്പിക്കുന്നതൊക്കെ നമുക്ക് മനസ്സിലാവുന്നുണ്ടോ? ചിലപ്പോ ഇവരെ ആക്സെന്റ് ഒക്കെ നമുക്ക് ഫോളോ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടോ? എങ്ങനെയാണ്? ഇല്ല, കാരണം എല്ലാ ടീച്ചേഴ്സും ഇവിടുത്തെ അല്ല. നമുക്കിപ്പോ ഒരു സൗത്ത് ആഫ്രിക്ക എന്നുള്ള ഒരു പ്രൊഫസർ ഉണ്ട്, സെർബിയ എന്നുള്ള ഒരാളുണ്ട്, ആഫ്രിക്ക എന്നുള്ള ഒരാളുണ്ട്. അപ്പൊ ഇവരെല്ലാവരും പല പല ആക്സെന്റ് ആണ്. അപ്പൊ നമുക്കത് ക്യാച്ച് ചെയ്യാൻ പറ്റും. എനിക്ക് തോന്നുന്നത് വലിയ ബുദ്ധിമുട്ടുണ്ട്. കാരണം നമ്മളെ നാട്ടിൽ നിന്ന് വരുന്ന കുട്ടികൾ എന്തായാലും അത്യാവശ്യം നല്ല കോളേജ് വിദ്യാഭ്യാസം കഴിഞ്ഞ് വരുന്നവരായിരിക്കും. അവർക്ക് അത് ഗ്രാസ്പ് ചെയ്യാൻ പറ്റാവുന്നതുള്ളൂ. അതായത് ഇപ്പൊ ആസിഫ് പറഞ്ഞു വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെക്ക് ടീച്ചേഴ്സ് മാത്രമല്ല, ഡൈവേഴ്സിഫൈഡ് ആയിട്ട് തന്നെയാണ് ഇവരെ ഫാക്കൽറ്റിയും വരുന്നത് എന്നുള്ളതാണ് അല്ലെ? ഓക്കെ. പിന്നെ നമ്മൾക്കിപ്പോ എങ്ങനെയാണ് ഇവിടുത്തെ ഇത് വർക്ക് ചെയ്യുന്നത്? പലർക്കുള്ള ഒരു ഡൗട്ടാണ്, എക്സാം മാത്രമാണോ, അല്ലെങ്കിൽ ഇപ്പൊ അസൈൻമെന്റ്സും അല്ലെങ്കിൽ സെമിനാർസും പ്രസന്റേഷനും ഒക്കെ തന്നാൽ അത് ഭയങ്കര ടീഡിയസ് ടാസ്ക് ആയിരിക്കോ? അങ്ങനെയൊക്കെയുള്ള കൺസേൺസ് ഉണ്ട്. അപ്പൊ അതിനൊക്കെ പറ്റി ഒന്ന് പറയാൻ പറ്റുമോ? അത് ഡിപ്പാർട്ട്മെന്റ് ടു ഡിപ്പാർട്ട്മെന്റ് ഡിഫറെന്റ് ആണ്.
ഇപ്പൊ എന്റെ ഡിപ്പാർട്ട്മെന്റിൽ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് കൂടുതൽ സെമിനാറും കാര്യങ്ങളൊന്നുമില്ല, വളരെ സിമ്പിൾ ആണ് കാര്യം. ഇപ്പോ ഒരു ആനുവൽ എക്സാം ഉണ്ടാവും, ലാസ്റ്റ് ഫൈനൽ ഒരു തീസിസ് ഉണ്ടാവും, ഇതിന്റെ ഇടയിൽ ചെറിയ ചിലപ്പോൾ ഒരു 5 ക്വസ്റ്റ്യൻസ് വന്നിട്ട് അതിന്റെ ബേസിൽ ഒരു സെമിനാർ. അത്രേ ഉള്ളൂ, സിമ്പിൾ ആണ്. ഓക്കെ, അതായത് ഇപ്പൊ ഒരു ഇന്ത്യയിൽ നിന്ന് പഠിച്ചിറങ്ങിയ ഒരാൾക്ക് ഇത് ഫിനിഷ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടില്ല. ആസിഫ്, ഇപ്പോ പലർക്കും ഉള്ള കൺസേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഇവിടുത്തെ ട്രാവൽ സിസ്റ്റം എങ്ങനെയാണ്, പിന്നെ അതേപോലെ തന്നെ നമ്മളെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡോമെട്രി അകലെയാണോ, അപ്പൊ കുറെ പൈസ വരോ നമുക്ക് ഡെയിലി വന്ന് പോവാൻ, പിന്നെ നമ്മൾ ജോലിക്കോ അല്ലെങ്കിൽ നമ്മളെ പല ആവശ്യങ്ങൾക്ക് വേണ്ടി പുറത്തേക്കൊക്കെ പോകുമ്പോൾ ഒരുപാട് വണ്ടിക്കൂലി ഭയങ്കരമായിട്ട് വരുമോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഇപ്പൊ ബസ്സിനായാലും അല്ലെങ്കിൽ ടാക്സിക്കൊക്കെ ആയാലും ഭയങ്കര പൈസ വരുമോ എന്നുള്ള പലരും ചോദിക്കാറുണ്ട്. അപ്പോ അതിനെ പറ്റിയിട്ടൊന്ന് വിശദീകരിക്കോ? നമുക്ക് സത്യത്തിൽ ടാക്സി ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല നമ്മൾ യൂണിവേഴ്സിറ്റി ഡോർമെട്രിയിലാണെന്നുണ്ടെങ്കിൽ. കാരണം ഇപ്പൊ ഒരു 4-5 ഡോർമെട്രി ഉണ്ട്, ഇതെല്ലാം ഈ യൂണിവേഴ്സിറ്റിയിൽ ചുറ്റിപ്പറ്റി തന്നെ നിൽക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഡിസ്റ്റൻസിന്റെ കാര്യത്തിൽ വലിയ ബുദ്ധിമുട്ടില്ല. ഇനിയിപ്പോ നിങ്ങൾക്ക് ഇപ്പൊ ഞാനും എന്റെ ഫ്രണ്ടൊക്കെ മിക്കപ്പോഴും നടന്നാണ് ക്ലാസ്സിലേക്ക് വരുന്നത്, കാരണം ഒരു 15 മിനിറ്റ്സ് വോക്ക്. ഇനിയിപ്പോ നിങ്ങൾക്ക് ബസ്സിനോ അല്ലെങ്കിൽ ട്രാമിനാണെങ്കിലും നിങ്ങൾക്ക് വരാം. കാരണം നിങ്ങളൊരു മന്ത്ലി പാസ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ അൺലിമിറ്റഡ് ആണ്. നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റിയിലേക്ക് വരാൻ മാത്രമല്ല, നിങ്ങൾക്ക് ബുർണോല് എവിടെ വേണമെങ്കിലും, നൈറ്റ് ബസ് ആണെങ്കിലും മോർണിംഗ് ബസ് ആണെങ്കിലും ഏത് ബസ് ആണെങ്കിലും ട്രാം ആണെങ്കിലും നിങ്ങൾക്ക് ഒരൊറ്റ പാസിൽ യൂസ് ചെയ്യാം. അത് മന്ത്ലി ഒരു എമൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ആ കാർഡ് കയ്യിൽ വെച്ചാൽ മതി. നിങ്ങൾ അത് ടാപ്പ് ചെയ്യണ്ട, വാലിഡേറ്റ് ചെയ്യേണ്ട, ഒന്നും ചെയ്യണ്ട. ലൈക്ക് നമുക്ക് ഐസക് ഉണ്ടെങ്കിൽ ആസിഫ് നേരത്തെ പറഞ്ഞ പോലെ 50% നമുക്ക് ഡിസ്കൗണ്ടും കിട്ടും. ആസിഫ്, ഇനി എല്ലാവർക്കും ഉള്ള കൺസേൺ ആണ് ഇവിടെ വന്ന പാർട്ട് ടൈം കിട്ടുമെന്ന്. അപ്പൊ നമ്മള് കുട്ടികളുടെ അടുത്ത് അവരോടും അല്ലെങ്കിൽ അവരെ മാതാപിതാക്കളോടൊക്കെ നമ്മൾ ഡയറക്റ്റ് പറയാറുണ്ട്. അതായത് വന്ന ഉടനെ ചിലപ്പോൾ കിട്ടിക്കൊള്ളണം എന്നില്ല. ഇപ്പൊ നമ്മൾ ത്രൂ വന്ന പല സ്റ്റുഡൻസിനും പെട്ടെന്ന് ആവുന്നുണ്ട്, പക്ഷെ നമ്മൾ ഒരിക്കലും ആ ഗ്യാരണ്ടി കൊടുക്കാറില്ല ആർക്കും. കാരണം കുറച്ച് സമയം എടുക്കും എന്നുള്ള രീതിയിൽ തന്നെ നമ്മൾ പറയാം. കാരണം ഇപ്പൊ അവര് അറിയാത്തൊരു രാജ്യം, അറിയാത്തൊരു സംസ്കാരം, അറിയാത്ത പല കാര്യങ്ങളുള്ള ഒരു സ്ഥലത്തേക്കാണ് വരുന്നത്. അപ്പൊ ഒബ്വിയസ്ലി കുറച്ച് സമയം എടുക്കും നമ്മൾ പറയാറുണ്ട്. ആസിഫിന്റെ പാർട്ട് ടൈമിന്റെ എക്സ്പീരിയൻസ് ഒന്നും നമുക്ക് പറയാൻ പറ്റും? ഇവിടെ ഇപ്പോ ഇന്റർനാഷണൽ സ്റ്റുഡൻസ് കൂടുതലും ചെയ്യുന്നത് റെസ്റ്റോറൻറ്റ്സ്, വെയർ ഹൗസ്, അതുപോലെ തന്നെ ഫുഡ് ഡെലിവറി. ഈ 3 ജോബാണ് കൂടുതലും ചെയ്യുന്നത്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഷിഫ്റ്റ് ഫ്ലെക്സിബിൾ ആയിരിക്കും, ക്ലാസ്സും വർക്കും കൂടി മാനേജ് ചെയ്തുകൊണ്ടാൻ പറ്റുന്ന ടൈപ്പ് ജോലിയാണ് ഈ 3. അപ്പൊ അതുപോലെ തന്നെ പിന്നെ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് വന്നൊരു അറ്റ്ലീസ്റ്റ് ഒരു മാസം ഒരു ബ്രീത്തിങ് സ്പേസ് എടുക്കുന്നതായിരിക്കും നല്ലത്, സിറ്റിയൊക്കെ പരിചയപ്പെടാൻ വേണ്ടിട്ട്. അത് കഴിഞ്ഞ വർക്കിലേക്ക് കയറുന്നതായിരിക്കും നല്ലത്. ഞാനിപ്പോ നിലവിലിപ്പോ എൻറോൾ ചെയ്തിരിക്കുന്നത് ഇവിടെ ഒരു വെയർ ഹൗസിലാണ്. ബെർണോളിൽ തന്നെയുള്ള ഒരു വെയർ ഹൗസിലാണ്. എന്ത് ടൈപ്പ് ഓഫ് വെയർ ഹൗസ്? അതൊരു കോസ്മെറ്റോട്ടിനോ എന്ന് പറഞ്ഞിട്ട് ഒരു വെയർ ഹൗസ് ആണ്. കൂടുതലും യൂറോപ്പിലേക്ക് മൊത്തം കോസ്മെറ്റിക് സാധനങ്ങളൊക്കെ ഡെലിവർ ചെയ്യുന്ന ടീമാണ് അവർ. അപ്പൊ അവിടെ വെയർ ഹൗസിലാണ് ഇപ്പൊ നിലവിൽ വർക്ക് കിട്ടിയത്. അതിന്റെ ട്രെയിനിങ്ങും പരിപാടികളൊക്കെ നമ്മൾ അറ്റൻഡ് ചെയ്തു. അങ്ങനെ അപ്പൊ ട്രെയിനിങ്ങിനൊക്കെ ശേഷമാണ് നമ്മളെ ജോലിക്ക് കയറ്റുന്നത്. അങ്ങനെ പിന്നെ ബുർണോല് നമുക്ക് വന്നിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു? ഇപ്പൊ വെതർ അഡാപ്റ്റ് ചെയ്യാൻ അങ്ങനത്തെ പ്രശ്നങ്ങൾ, അങ്ങനെയൊക്കെ എന്തെങ്കിലും ചലഞ്ചസുകൾ എന്തെങ്കിലും ഉണ്ടായി? കാരണം കുട്ടികൾക്ക് അതും കൂടി അറിയാൻ ആഗ്രഹം ഉണ്ടാവും. ബുർണോല് ഇപ്പൊ പൊതുവെ നല്ല തണുപ്പുണ്ട്, പക്ഷെ എനിക്ക് പേഴ്സണലി വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല. കാരണം നമുക്കത് അഡാപ്റ്റ് ആയി വന്നിട്ടുണ്ട്. പക്ഷെ എന്നാലും കുഴപ്പമില്ല. കാരണം എന്റെ ഒരു എക്സ്പീരിയൻസിൽ ഞാൻ നോക്കുമ്പോ ഓൾമോസ്റ്റ് 2 വീക്സിനുള്ളിൽ കുട്ടി അത് സെറ്റ് ആവുന്നുണ്ട്. ഭയങ്കര തണുപ്പെന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോഴും നമ്മൾ ഒരു 8 ഡിഗ്രിയിൽ എത്തിയിട്ടുള്ളൂ. അതായത് ഇപ്പൊ ഒക്ടോബർ കഴിയാനായിട്ട് കൂടിപ്പോയ -10. ഇപ്പൊ മറ്റു പല യൂറോപ്യൻ രാജ്യങ്ങളെ വെച്ച് നോക്കുമ്പോൾ അത് ഭയങ്കരമല്ല. പക്ഷെ ഒബ്വിയസ്ലി നാട്ടിൽ നിന്ന് വരുന്നവർ അതിന്റെ പ്രിക്കോഷൻ ആസിഫ് പറഞ്ഞ പോലെ എന്തായാലും എടുക്കണം. കാരണം അല്ലാന്നുണ്ടെങ്കിൽ ഒറ്റടിക്ക് വെതർ മാറുമ്പോൾ ബുദ്ധിമുട്ടുള്ള അതിപ്പോ നമ്മൾ സേഫ് ഗാർഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നം. ഇവിടെ വന്നൊരു 2 വീക്സിനുള്ളിൽ നമ്മൾ തന്നെ ഒരു അണ്ടർസ്റ്റാൻഡിംഗിൽ എത്തും, എങ്ങനെ ലെയർ ചെയ്യണം, എങ്ങനെ വെതറിന് ഡ്രസ് ചെയ്യണം. അപ്പൊ അത് മാനേജബിൾ ആണ്, വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. പിന്നെ ജനറലി ബിർണോലത്തെ ലോക്കൽസ് ഒക്കെ എങ്ങനെയുണ്ട്? നമ്മളോട് ഫ്രണ്ട്ലി ആണോ? എങ്ങനെയാണ് അവർ അപ്രോച്ച് നമ്മളോടുള്ളത്? ബിർണോയിലെ ലോക്കൽസ് ഒക്കെ പൊളൈറ്റ് ആണ്. അതായത് ഹാർഷ് ഒന്നുമല്ല. കാരണം എനിക്ക് അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല. പൊളൈറ്റ് ആണ്. ഇപ്പോ നമ്മൾ നോക്കി ചിരിച്ചാൽ അവരും ചിരിക്കും. അവർക്ക് വിഷ് ചെയ്തതിന് അവർക്ക് ഭയങ്കര ഹാപ്പിയാണ്. നമ്മളൊരു ഹായ് പറഞ്ഞല്ലെങ്കിൽ നമ്മൾ ഹായ് പറഞ്ഞു കഴിഞ്ഞാൽ പറയുന്നവർക്ക് സംഭവങ്ങളാണ്. പൊളൈറ്റ് ആണ് ആളുകൾ. അപ്പൊ മൊത്തത്തില് നമ്മള് ബിർണോല് ഹാപ്പിയാണ്. ഇപ്പൊ നമ്മള് ഇപ്പൊ നാട്ടിൽ നിന്ന് പല സ്റ്റുഡൻസും വരാൻ തിരക്കുന്നവരോട് ആസിഫിന് എന്തെങ്കിലും പറയാനുണ്ടോ?
കോൺഫിഡന്റ് ആയിട്ട് എത്തി. ഇപ്പൊ എനിക്ക് കുറച്ച് സ്റ്റുഡൻസ് മെസ്സേജ് അയക്കാറുണ്ട് എങ്ങനെയാണ് ഇന്റർവ്യൂ കാര്യങ്ങൾ നോക്കാം. അപ്പൊ നിങ്ങൾ കോൺഫിഡന്റ് ആണെങ്കിൽ ഇത് വലിയ ഇഷ്യൂ ഒന്നും അല്ല. നിങ്ങൾ കോൺഫിഡന്റ് ആയിട്ട് അറ്റൻഡ് ചെയ്യുക, പ്രൊസീജിയേഴ്സ് നിങ്ങൾ ഫേസ് ചെയ്യുക, അതിന്റെ കാര്യങ്ങൾ നോക്കുക. നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ എത്തിപ്പെടാം. എന്നാലും നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നില്ല, കാരണം ഇപ്പോ പാർട്ട് ടൈം വിദ്യയൊക്കെ ഉണ്ട് ഇവിടെ നല്ല രീതിയിൽ. നിങ്ങൾ അധ്വാനിക്കാനൊക്കെ മനസ്സുള്ളവരാണെങ്കിൽ അതെ, തീർച്ചയായിട്ടും ഞങ്ങളും പറയാറുണ്ട് ഇപ്പൊ സ്റ്റുഡൻസിന്റെ അടുത്ത്. ഇപ്പോ മറ്റു പല ആളുകൾ പറയുന്ന പോലെ നമ്മൾ എന്താ പറയാ വന്നിറങ്ങിയ പാടെ കുറെ പൈസ ഉണ്ടാക്കണം നമ്മൾ പറയാറില്ല. യൂറോപ്പിലും ബുദ്ധിമുട്ടുകളുണ്ട്. ഇപ്പൊ നമ്മൾ സിനിമയിൽ കാണുന്ന പോലെ ഒന്നും പ്രതീക്ഷിച്ച് വരാൻ പാടില്ല നമ്മൾ കൃത്യമായിട്ട് പറയാറുണ്ട്. പക്ഷെ ഇവിടെ ഒരുപാട് സാധ്യതകളുണ്ട്. ആസിഫ് പറഞ്ഞ പോലെ നമുക്ക് എപ്പോഴും ഒരു ചെറിയൊരു ബ്രീത്തിങ് സ്പേസ് ആസിഫ് പറഞ്ഞ പോലെ നമ്മൾ കൊടുക്കാൻ റെഡിയാവണം. എന്നിട്ടാ നമ്മള് എന്താ പറയാ, നമ്മൾ ആദ്യം സിറ്റിനെ പറ്റിയിട്ടും സ്ഥലത്തിനൊക്കെ പറ്റി മനസ്സിലാക്കി ജോബ് ഫൈൻഡിങ്ങിനൊക്കെ ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നല്ല റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ ഇനി ആസിഫ് താങ്ക് യു നമ്മൾ ഇത്ര ഇൻഫർമേഷൻ ഷെയർ ചെയ്തത്. ഓക്കെ.